السلام عليكم. كيف حالكم؟ الحمد لله. مرحبا أهلا وسهلا إلى قناتي الهادية. എല്ലാ കൂട്ടുകാർക്കും ഹാദിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നോക്കിയത്? നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്ററായ നുജൂമുൻ സർക്കാവുൻ തത്ലൗ അല്ലേ, ബ്ലൂ സ്റ്റാർസ് ആർ റൈസിങ്, നീല നക്ഷത്രങ്ങൾ ഉദിക്കുന്നു എന്ന ഒരു ചാപ്റ്റർ ആണല്ലേ നമ്മൾ നോക്കിയത്. അപ്പോൾ ആ ചാപ്റ്ററിലെ ആ പാഠമൊക്കെ ഒന്ന് ഏകദേശം നമ്മളൊന്ന് കവർ ചെയ്തു. അപ്പോൾ അതിലെ വർക്കുകളൊക്കെയാണ് ഇനി നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് 29ാമത്തെ പേജിലെ ഫസ്റ്റത്തെ വർക്ക് ഒന്ന് നോക്കാം. നുലാഹിൽ സൂറത്ത വനുഇദ്ദു മുൽസഖാത്തിൽ മുമാസലത്തി ബിമുനാസിബത്തി ഹംലത്തിൽ ഹിഫാലി അലൽ മിയാഹി. നുലാഹിൽ സൂറ, നമുക്ക് താഴെയുള്ള ചിത്രം ഒന്ന് നിരീക്ഷിക്കാം. എന്നിട്ട് വനുഇദ്ദു, എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം. മുൽസഖാത്തിൽ മുമാസിലത്തി, അതിനോട് സമാനമായ പോസ്റ്ററുകൾ നമുക്ക് തയ്യാറാക്കാം. താഴെ ഒരു പോസ്റ്റർ കാണുന്നുണ്ടല്ലോ അല്ലേ, അതിന് സമാനമായ പോസ്റ്റർ തയ്യാറാക്കാം. ബി മുനാസിബത്തി ഹംലത്തിൽ ഹിഫാലി അലൽ മിയാഹി, ജലസംരക്ഷണം എന്ന ഒരു വാചകത്തിന് അതിനോട് സമാനമായ ഒരു പോസ്റ്റർ നമുക്ക് തയ്യാറാക്കിയാലോ. നമുക്കൊരു ചിത്രം നിരീക്ഷിക്കാം. എന്നിട്ട് ജലസംരക്ഷണം എന്ന വാചകം അടയാളപ്പെടുത്തുന്ന സമാനമായ പോസ്റ്റർ നമുക്ക് തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? താഴെയുള്ള പോസ്റ്ററിൽ എന്താ എഴുതിക്കണേ? അൽ മാഉ സമീനുൻ ലാ തുളിയു വലോ ഖത്രത്തു അല്ലേ. അൽ മാഉ സമീൻ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നുള്ളത് നല്ല വിലപിടിപ്പുള്ള സാധനമാണ് അല്ലേ. ലാ തുളിയു വലോ ഖത്രത്തുൻ, ഒരു തുള്ളിയാണെങ്കിൽ പോലും നിങ്ങളത് പാഴാക്കരുത് എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അതുപോലെ നമുക്ക് ഈ ജലസംരക്ഷണത്തെ കുറിച്ച് അൽ ഹിഫാദു അലൽ മിയാഹി, ജലസംരക്ഷണത്തെ കുറിച്ച് നമുക്ക് ഇതുപോലെ ഒരുപാട് പോസ്റ്ററുകൾ ഉണ്ടാക്കാം അല്ലേ. നമ്മൾ കുറെ പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ടാവും. പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന മോഡലിൽ, എന്നിട്ട് വെള്ളം പാഴാക്കരുത്, അല്ലെങ്കിൽ വെള്ളം നമ്മുടെ ജീവനാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ടാവും. അതുപോലത്തെ നമുക്ക് അറബിയിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം ഞാനിവിടെ 2 പോസ്റ്ററിൻ്റെ മോഡൽ കാണിക്കാം. ഇതുപോലെ ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളെ പോലെയുള്ള കൂട്ടുകാർ തയ്യാറാക്കിയ പോസ്റ്ററുകളാണ്. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 2 പോസ്റ്ററിലും ഉള്ളത് അൽ മാഉ മിഫ്താഹുൽ ഹയാത്ത് ഫഹാഫിലു അലൈഹി അല്ലേ. അൽ മാഉ എന്നുള്ളത് വെള്ളം എന്നുള്ളത് മിഫ്താഹുൽ ഹയാത്ത് ജീവന്റെ താക്കോലാണ്. ഫഹാഫിലു അലൈഹി, അതിനെ നിങ്ങൾ സംരക്ഷിക്കുക എന്നൊക്കെ. അതുപോലെ നമുക്ക് വേറെന്തെല്ലാം എഴുതാം? അൽ മാഉ അസാസുൽ ഹയാത്ത് എന്ന് എഴുതാം അല്ലേ. അതുപോലെ ഒരുപാട് പല പോസ്റ്ററുകളും പല രീതിയിൽ നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓരോ പോസ്റ്റർ വീതം എല്ലാവരും തയ്യാറാക്കുമെന്ന് കരുതുന്നു. അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കുന്ന രൂപം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വർക്കൊന്ന് നോക്കിയാലോ. അതിന് താഴെ ഒന്ന് കാണാം അല്ലേ. യഖൂമു നാദി അൽ ബിഅ ഫി മദ്റസത്തിന ബി ഇഹ്സാഇയ അനിൽ ഹിഫാലി അല മവാരിദിൽ മിയാഹി ഫനുഇദ്ദു ജദ്വലൻ ലിമവാരിദിൽ മിയാഹിൽ മുഖ്തലിഫത്തി ഫി ഖറിയത്തിന. യഖൂമു നാദി അൽ ബിഅ ഫി മദ്റസത്തിന, നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് നടത്തുന്നു എന്ത്? ബി ഇഹ്സാഹിയ അനിൽ ഹിഫാലി അല മവാരിദിൽ മിയാഹി, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥിതി വിവര കണക്കുകൾ. ബി ഇഹ്സാഹിയ എന്നാൽ ഒരു സ്ഥിതി വിവര കണക്കുകൾ നടത്തുന്നു. യഖൂമു നാദി അൽ ബിയ, നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ്. നാദി പറഞ്ഞാൽ ക്ലബ്ബ് അല്ലേ. അൽബിയ പരിസ്ഥിതി ക്ലബ്ബ് ബി ഇഹ്സാഇയ അനിൽ ഹിഫാദി അലൽ മവാരിദിൽ മിയായി, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥിതി വിവര കണക്കുകൾ നടത്തുന്നുണ്ട്. അതിനാൽ ഫനുഇദ്ദു ജദ്വലൻ ലി മവാരിദിൽ മിയായിൽ മുഖ്തലിഫത്തി ഫി ഖറിയത്തിന. ഫനുഇദ്ദു നമുക്ക് തയ്യാറാക്കാം, ജദ്വലൻ ഒരു പട്ടിക തയ്യാറാക്കാം, ലി മവാരിദിൽ മിയാഹിൽ മുഖ്തലിഫത്തി ഫി ഖറിയത്തിന, നമ്മുടെ ഗ്രാമത്തിലുള്ള വ്യത്യസ്തമായ ജലസ്രോതസ്സുകളൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു പട്ടിക തയ്യാറാക്കാം. അപ്പം എല്ലാവരും റെഡി അല്ലേ? എന്താ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് ഒരു ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു പട്ടിക തയ്യാറാക്കാം. അപ്പൊ നമ്മുടെ ഗ്രാമത്തിലുള്ള വിവിധ ജലസ്രോതസ്സുകളുടെ
ഒരു കണക്ക് നമ്മൾ ഏതൊക്കെ ജലസ്രോതസ്സുകളാണ് നമ്മുടെ ഗ്രാമത്തിലുണ്ടാവല്. കിണറുകളുണ്ടാവും, കുളങ്ങള്, നദികള്, പുഴ, തോടുകള്, കനാലുകള്, അങ്ങനെ പലതും ഉണ്ടാവൂലേ ജലസ്രോതസ്സുകൾ. അതിൻ്റെ ഒരു പട്ടിക നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ ജദുവല എന്ന മീനിങ് പട്ടിക തയ്യാറാക്കാം, ഒരു ടേബിൾ തയ്യാറാക്കാം. അപ്പോൾ ഇതിലൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇസ്മുൽ മദ്രസിന്റെ പേരെന്താണ്? എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങളുടെ സ്കൂളിന്റെ പേര് കൊടുക്കാം. GVHSS അങ്ങനെയൊക്കെ. ഇസ്മുൽ ഖറിയത്തി പറഞ്ഞാൽ ഗ്രാമത്തിന്റെ പേര് എന്ത് കൊടുക്കാം? നമ്മുടെ ഗ്രാമം ഏത് സ്കൂളിലാണ് ഉള്ളത്? ഒരു മോഡൽ തിരൂരങ്ങാടി എന്ന് കൊടുക്കാം. അപ്പോൾ അതുപോലെ അറക്കുമുൽ മുസൽസിൽ എന്ന് പറഞ്ഞാൽ സീരിയൽ നമ്പർ. അപ്പോൾ അങ്ങനെ 1, 2, 3, 4, 5, 6 താഴെ നമ്പർ കൊടുക്കാം. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ അങ്ങനെ കൊടുക്കാം. അതിൽ മവാരിദിൽ മിയാ പറഞ്ഞ ഒരു കോളം കൊടുത്തിട്ട് അതിൽ ബിർ, അതുപോലെ അടുത്ത ജലസ്രോതസ് എന്താ? മവാരിദിൽ മിയാ എന്താ കൊടുക്കുക? നെഹർ, ബിറക്ക്, ജദാവില്, ഐന്, അങ്ങനെ അതുപോലുള്ള ജലസ്രോതസ്സുകളുടെ പേരുകൾ കൊടുക്കാം. പിന്നെ എത്ര എണ്ണമുണ്ട് നമ്മുടെ ഗ്രാമത്തിൽ, എത്ര കിണറുകളുണ്ട്, എത്ര പുഴ, തോടുകൾ, അരുവികൾ ഒക്കെ എത്ര ഉണ്ടെന്ന് നമുക്കിങ്ങനെ അടയാളപ്പെടുത്താം. അതാണ് നമ്മുടെ ഈ പട്ടിക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഒരു മോഡൽ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അതുപോലെ നിങ്ങളും അതുപോലെ തയ്യാറാക്കുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വർക്കിലോട്ട് പോകാം. എന്താണ് അടുത്തത്? നൊഴിദ് മുദക്കിറത്തൻ അൻ അഹമിയത്തിൽ മായി വ ഇസ്തിഹ്ലാഖിഹി ബി ഇസ്തിആനത്തി നിക്കാത്തിലാത്തിയ. നൊഴിദ് മുദക്കിറ, നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം, ഒരു മുദക്കിറ തയ്യാറാക്കാം. അൻ അഹമിയത്തിൽ മായി, ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ അല്ലേ, വെള്ളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊരു മുദക്കിറ തയ്യാറാക്കാം. വ ഇസ്തിഹ്ലാഖിഹി പറഞ്ഞാൽ അതിൻ്റെ ഉപഭോഗത്തെക്കുറിച്ചും, ബി ഇസ്തിആനത്തിൻ നിക്കാത്തിലാത്തിയ താഴെയുള്ള പോയിന്റ്സുകളുടെ സഹായത്താൽ നമുക്ക് വെള്ളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഉപഭോഗത്തെക്കുറിച്ചൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. അപ്പം താഴെ കുറച്ച് പോയിന്റ്സുകൾ തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് പോയിന്റ്സിലുള്ളത്? അസാസുൽ ഹയാത്ത് പറഞ്ഞാൽ ബേസിസ് ഓഫ് ലൈഫ് അല്ലേ, നമ്മുടെ ജീവന്റെ അടിസ്ഥാനം എന്നൊക്കെ പറയാം. ലറൂറി പറഞ്ഞാൽ നെസസറി, അത്യാവശ്യമാണ്. നബാത്താത്ത് പറഞ്ഞാൽ നബാത്താത്ത് പ്ലാന്റ്സ് അല്ലേ, ചെടികൾ. ഹൈവാനാത്ത് അനിമൽസ്. പിന്നെ ഹിമായത്തുൽ ബിയ പറഞ്ഞാൽ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക അല്ലേ, പ്രകൃതിയെ സംരക്ഷിക്കുക. അല്ല ഹിഫാദ് പറഞ്ഞാലും സംരക്ഷിക്കുക, പ്രൊട്ടക്ഷൻ. പിന്നെ നഖീ പറഞ്ഞാൽ ശുദ്ധമായ. അൽ മവാരിദ് പറഞ്ഞാൽ റിസോഴ്സസ്, ഉറവിടങ്ങൾ. പിന്നെ തബഖുൽ തൈമ, കുക്കിംഗ് ഫുഡ്സ് അല്ലേ, ഭക്ഷണം പാകം ചെയ്യുക. പിന്നെ സിഹത്തുൽ ജിസ്മ പറഞ്ഞാൽ ശാരീരിക ആരോഗ്യം, ബോഡി ഹെൽത്ത് എന്നൊക്കെ പറയാം. പിന്നെ കല്ലത്തുൽ മാ എന്താ? ലാക്ക് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ കുറവ്. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു മുദക്കിറ, ഒരു കുറിപ്പ് തയ്യാറാക്കിയാലോ? അപ്പോൾ ഞാൻ ചെറിയൊരു കുറിപ്പിൻ്റെ ഒരു മോഡൽ കാണിക്കാം. അപ്പോൾ നമുക്ക് ആ കുറിപ്പിന് എന്താ ഹെഡിങ് കൊടുക്കുക? ഒരു അഹമ്മിയത്തുൽ മാ എന്നൊരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്കൊരു ചെറിയൊരു കുറിപ്പ് നോക്കാം. അപ്പോൾ എന്താണ്? അൽ മാഉ ഹുവ അസാസുൽ ഹയാത്തി അലാ കൗകബിൽ അർള്. അൽ മാഉ, അപ്പോൾ അവിടെ നമ്മളൊരു അസാസുൽ ഹയാത്തി എന്നുള്ള ഒരു പോയിന്റ് അവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അൽ മാഉ ഹുവ അസാസുൽ ഹയാത്തി അലാ കൗകബിൽ, ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനമാണ് വെള്ളം അല്ലേ. അസാസുൽ ഹയാത്ത് പറഞ്ഞാൽ അടിസ്ഥാനമാണ്. അലാ കൗകബിൽ അർള് പറഞ്ഞാൽ ഭൂമി എന്ന ഗ്രഹത്തിന്റെ എന്ന് വെച്ചാൽ ഭൂമിയിലെ എന്താണ്? ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനമാണ് വെള്ളം എന്ന് പറയാം. പിന്നെ എന്ത് എഴുതാം? വല്ലറൂറിയുൻ ലിന്നബാത്താത്തി വൽ ഹയവാനാത്തി. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് എങ്ങനെ എഴുതാം? നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റാണ് ലറൂറിയുൻ, അത്യാവശ്യമാണ്. ലിന്നബാത്താത്തി, ചെടികൾക്ക്, പ്ലാന്റ്സുകൾക്ക്, വൽ ഹയവാനാത്തി, അനിമൽസിന്, മൃഗങ്ങൾക്ക് എല്ലാം നമുക്ക് എന്താണ്? വെള്ളം അത്യാവശ്യമാണ്. അങ്ങനെ ഒരു പോയിന്റ് അവിടെ എഴുതാം. പിന്നെ അടുത്ത ലൈൻ എന്ത് എഴുതാ? അൽ മാഉ നിഅമത്തും മിനല്ലാഹി ഫിൽ ബിയാത്തി എന്ന് പറയാം അല്ലേ.
വെള്ളം എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രകൃതിയിലെ അള്ളാഹുവിൽ നിന്നുള്ളൊരു അനുഗ്രഹമാണെന്ന് പറയാം അല്ലെ. ഞാമത്ത് പറഞ്ഞാൽ അനുഗ്രഹം. അപ്പോൾ അങ്ങനെ ഒരു ലൈൻ എഴുതിയിട്ട് പിന്നെന്താ എഴുതുക, നമുക്ക് ഹിമായത്തുൽ ബിയ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എഴുതാ, ഹിമായത്തുൽ ബിയ മിൻ വാജിബാത്തിൽ ഇൻസാനി, ജനങ്ങളുടെ അവരുടെ ഒരു ഉത്തരവാദിത്യമാണ് അല്ലെ, എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് എന്ത്, ഹിമായത്തുൽ ബിയ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു ലൈൻ ചെയ്തിട്ട് പിന്നെ അടുത്ത് എന്ത് ചെയ്താ, അലൈന ഹിഫാലു മവാരിദിൽ മിയാഹിലി തൊബഖിൽ അതൈമത്തി വഹുവ ളുറൂറിയുൽ സിഹത്തിൽ ജിസ്മി വൽ ഗുസ്ലി വൽ ഹിഫാലി അല നഖിയൻ. അപ്പോൾ എന്താണ് ഇത്, അലൈന നമ്മുടെ മേൽ നിർബന്ധമാണ്, ഹിഫാൽ മവാരിദിൽ മിയാഹ്. അപ്പോൾ നമ്മൾ ഹിഫാൽ നമ്മൾ നേരത്തെ അവിടെ കണ്ടു ഒരു പോയിന്റ് ആണല്ലേ, ഹിഫാൽ മവാരിദിൽ മിയാഹ്, ഈ ഇങ്ങനത്തെ റിസോഴ്സസ് വെള്ളത്തിന്റെ ഉറവിടങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കണം, അത് നമ്മുടെ മേൽ അത്യാവശ്യമാണ്. ലിത്തൊബഹിൽ അത്തായിമത്തി, നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളം വേണ്ടേ. അപ്പൊ അതുപോലെ വഹുവ, അതുപോലെ ലറൂറി നമുക്ക് അത്യാവശ്യമാണ്. ലി സിഹത്തിൽ ജിസ്മി അല്ലെ, ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം അത്യാവശ്യമാണ്. അപ്പൊ അത് അവിടെ ആ പോയിന്റ് അവിടെ എഴുതാം. പിന്നെ എന്ത് ചെയ്താ, വൽ ഗുസ്ലി വൽ ഹിഫാലി അല നഖിയ, നമുക്ക് ശാരീരിക ആരോഗ്യത്തിനും, പിന്നെ വൽ ഗുസ്ലി പറഞ്ഞാൽ കുളിക്കാനും, വൽ ഹിഫാലി സംരക്ഷിക്കാൻ, എന്ത് നഖിയൻ ശുദ്ധമായിട്ട് നമ്മൾ നല്ല വെള്ളം നല്ല ശുദ്ധിയോടെ സംരക്ഷിക്കണം, അത് നമ്മുടെ മേലിൽ അത്യാവശ്യമാണ്. അൽ ആലമു യുവാജിഹു അല്ലാന കില്ലത്തുൽ മാവ്, ആ കില്ലത്തുൽ മാവ് നമുക്ക് അടയാണ്ടില്ല ഒരു പോയിന്റാണ്. അപ്പൊ അങ്ങനെ ചെയ്താ, അൽ ആലമു ലോകം, യുവാജിഹു അൽ ആന ഇപ്പോൾ എന്താണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്, കില്ലത്തുൽ മാവ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത്, ലാക്ക് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ കുറവ് ഇപ്പോൾ ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നെഴുതാം. എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്താം, മില്ലറൂറിയുൻ ഇദാറത്തി വൽ ഇസ്തിഖ്ദാമിൽ മായി ബിഹിക്മത്തി ലിളമാനി ഇസ്തിദാമത്തി ഹാലി അജിയാലിൽ ഖാദിമ, ഭാവി തലമുറക്ക് ജലത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കാൻ എന്തു വേണം, വിവേകപൂർവം ജലം കൈകാര്യം ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്താ, ഈ മുദക്കിറ ക്ലോസ് ചെയ്യാം. അപ്പോൾ എന്താണ്, മില്ലറൂറിയും നമുക്ക് എന്താണ് അത്യാവശ്യമാണ്, ഇദാറത്ത് ഇസ്തിഖ്ദാമിൽ മായി എന്ത് വെള്ളം കൈകാര്യം ചെയ്യുന്നതിൽ എന്ത് വെള്ളം കൈകാര്യം ചെയ്യുക, അങ്ങനെ ബി ഹിക്മത്തിൽ ലിളമാൻ ഇസ്തിദാമത്തിഹ ലിൽ അജിയാൽ ഖാദിമ, ഭാവി തലമുറക്ക് ജലത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കാൻ. ഇസ്തിദാമത്ത് പറഞ്ഞാൽ അതിന്റെ സുസ്ഥിരത, എന്നെന്നും നിലനിൽക്കുന്ന നല്ല വെള്ളം ഭാവി തലമുറക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അത് ഉറപ്പുവരുത്തൽ, വിവേകപൂർവം ജലം കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് ഈ മുദക്കിറ അവസാനിപ്പിക്കാം. ഇതുപോലെ നിങ്ങൾക്കും ഇതിനേക്കാളും നന്നായിട്ട് നല്ല രീതിയിൽ ഉചിതമായ രീതിയിൽ മുദക്കിറ തയ്യാറാക്കാം. അപ്പോൾ ഇതൊരു മോഡലാണ് ജസ്റ്റ്, അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർക്കിലോട്ടൊന്ന് നോക്കാം. 30ാമത്തെ പേജിൽ നാഖിദു മുസാബഖത്തുൽ ഇഖ്തിബാരി ഫി മദ്രസത്തിനാ ബി മുനാസിബത്തി യൗമിൽ മിയാഹ് നുഇദു ലഹ അസീല. എന്താണ് പറയുന്നത്, നാഖിദു മുസാബഖത്തുൽ ഇഖ്തിബാരി ഫി മദ്രസത്തിന, നമ്മുടെ സ്കൂളിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. നാഖിദ് പറഞ്ഞാൽ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്, മുസാബഖത്ത് പറഞ്ഞാൽ കോമ്പറ്റീഷൻ മത്സരം, അൽ ഇഖ്തിബാരി ഒരു ക്വിസ് കോമ്പറ്റീഷൻ, ഫി മദ്രസത്തിന നമ്മുടെ സ്കൂളിൽ, ബി മുനാസിബത്തി യൗമിൽ മിയാഹ് ജലദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നുഇദു ലഹ അസ്ഇല, അപ്പൊ അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയാലോ. അപ്പൊ താഴോട്ട് നോക്കും, താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള പൂരിപ്പിക്കാനുള്ള കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ടല്ലേ, 8 ക്വസ്റ്റ്യൻ നമ്മൾ തയ്യാറാക്കണം. അപ്പൊ ഇതിൽ 2 ക്വസ്റ്റ്യൻ ഇതിൽ കാണാം. അപ്പൊ എന്താണത്, കം നെഹ്റും ഫി വിലായത്ത് കേരള, നമ്മൾ കേരളത്തിലെ
കേരളം എന്ന ഈ സംസ്ഥാനത്തിൽ എത്ര പുഴകളുണ്ട്? കം നെഹ്ർ എന്ന് പറഞ്ഞാൽ എത്ര പുഴകളുണ്ട്? ഫി വിലായത്ത് കേരളം, നമ്മുടെ കേരളത്തിൽ എത്ര പുഴകളുണ്ട്? എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ, ആൻസർ കണ്ടെത്താനും ശ്രമിക്കണം കേട്ടോ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മത്താ നഹ്തഫിലു ബിൽ യൗമിൽ ആലമി ബിൽ വിയ. എപ്പോഴാണ് നമ്മൾ എൻവിറോൺമെന്റൽ ഡേ ആയിട്ട്, വേൾഡ് എൻവിറോൺമെന്റൽ ഡേ ആയിട്ട് നമ്മൾ എന്നാണ് ആഘോഷിക്കല്? അതൊക്കെ എല്ലാവർക്കും അറിയും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അറിയില്ലെങ്കിൽ കണ്ടെത്തണം. എന്തായാലും ഈ ചാപ്റ്റർ തീരുമ്പോഴത്തേന് എല്ലാവരും ഇതിന്റെ ആൻസറും കണ്ടെത്തണം. അപ്പൊ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ തയ്യാറാക്കാം. ഇനി ബാക്കി 8 ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ ഞാനൊരു മോഡൽ കാണിച്ചു തരാം, അതുപോലെ നിങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പൊ മോഡലിലോട്ട് നോക്കൂ. മാഹിയ സീഗത്തു കീമിയ ലിൽമായി. എന്താണ് ക്വസ്റ്റ്യന്? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന. കീമിയ പറഞ്ഞാൽ കെമിസ്ട്രി അല്ലേ? എന്താണ് കെമിക്കൽ ഫോർമുല? വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? മാഹിയ സീഗത്തിൽ കീമിയ, കെമിക്കൽ ഫോർമുല എന്താണ്? ലിൽമായി, വെള്ളത്തിന്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ എന്താണ്? എല്ലാവരും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കൂ. H2O അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അതൊരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്. മാഹിയ സീഗത്തുൽ കീമിയ ലിൽമായി. എന്താണ് കെമിക്കൽ ഫോർമുല? വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? പിന്നെ അടുത്തത് നോക്കാം. കം നസ്ബത്തുൽ മായില്ലത്തി തഗത്തി സത്ഹുൽ അർള്. ഭൂമിയുടെ ഉപരിതലത്തിൽ എത്രത്തോളം ഉണ്ട് വെള്ളം? ഭൂമിയുടെ ഉപരിതലത്തിൽ ആകെ എത്ര ശതമാനം വെള്ളം ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒക്കെ എല്ലാവരും കണ്ടെത്തണം. പിന്നെ അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മാഹുവ മുത്തവസ്സിദുൽ കമിയൽ മാവല്ലത്തി തഹ്താജു അൽ ഇൻസാനു യോമിയ. ഒരു വ്യക്തിക്ക് പ്രതിദിനം ആവശ്യം ശരാശരി നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ അളവ് എത്രയാണെന്ന് എല്ലാവരും ഒന്ന് കണ്ടെത്തുക. അതുപോലെ ആ ക്വസ്റ്റ്യൻ തയ്യാറാക്കുക. എന്ന് വെച്ചാൽ എന്താ? മാഹുവ മുത്തവസ്സിത്ത കമിയൽ മാഇല്ലത്തി തഹ്താജുഹ അൽ ഇൻസാനു യോമിയ. ഒരു വ്യക്തിക്ക് പ്രതിദിനം ആവശ്യമുള്ള ശരാശരി ജലത്തിന്റെ അളവ് എത്രയാണെന്ന്. മാഹിയ അവ്വലു ഹലാറത്തുൻ ഖദീമത്തുൻ മാറൂഫ ബിനിലാമി റയിൽ മുതത്തവ്വിറ. എന്ന് വെച്ചാൽ എന്താ? വിപുലമായ ജലസേചന സമ്പ്രദായത്തിന് പേരുകേട്ട ആദ്യത്തെ പുരാതന നാഗരികത ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഹലാറത്തുൽ ഖദീമ എന്ന പുരാതന നാഗരികത. അപ്പോൾ അത് എല്ലാവരും കണ്ടെത്തുക. ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ മാഹിയ അഹമുൽ അസ്ബാബുല്ലത്തി തുഅദ്ദി ഇലാ തലൗസുൽ മിയാഹ്. ജലമലിനീകരണത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. മാഹിയ അഹമുൽ അസ്ബാബ്, പ്രധാന കാരണം എന്താണ്? അല്ലത്തി തുഅദ്ദി ഇലാ തലൗസുൽ മിയാഹ്. വെള്ളം മലിനമാകുന്നതിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കാം. പിന്നെ അതുപോലെ മാഹിയ തഅ്സീറാത്തുൻ നഖ്സുൽ മിയാഹി അലൽ ബിയത്തി. ജലക്ഷാമത്തിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? മാഹിയ തഅ്സീറാത്ത് പറഞ്ഞാൽ സ്വാധീനിക്കുന്നത് എന്തൊക്കെയാണ്? നഖ്സുൽ മിയാഹി അൽ ബിയ, ജലക്ഷാമത്തിലെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലെ? നമ്മുടെ പ്രകൃതിയിലെ ജലക്ഷാമത്തിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ ഒന്ന് കണ്ടെത്തുക. അതുപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇനിയും നിങ്ങൾക്ക് കഴിയാവുന്നത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി നോക്കുക, ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത വർക്കിലോട്ട് നോക്കാം. നുലാഹില സൂറത്ത വത്താലിക്ക നോയ്തു താലിക്കാത്ത് നോഹറ. നുലാഹില സൂറ, നമുക്ക് താഴെയുള്ള ചിത്രം ഒന്ന് ശ്രദ്ധിക്കാം. വത്താലിക്ക, അതിൻ്റെ കൂടെയുള്ള ഒരു അറ്റാച്ച്മെന്റ് അതിൻ്റെ കൂടെയുള്ള ഒരു കമൻസ് ഒന്ന് ശ്രദ്ധിക്കാം. നോയ്തു താലിക്കാത്ത് നോഹറ, നമുക്ക് അതിൻ്റെ കൂടെ മറ്റൊരു ചിത്രം കൂടി കാണാം. അതിന് നമുക്ക് കമൻസുകൾ തയ്യാറാക്കാം. അപ്പോൾ താഴെ ഒരു കുടം ബക്കറ്റൊക്കെ ആയിട്ട് കുറച്ച് പേര് വെള്ളത്തിന് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ? അതിൽ താഴെ എന്താണ് താഴേക്ക് കണ്ടത്? ഒരു അറ്റാച്ച്മെന്റ് കമൻസ് എന്താണ് കാണുന്നത്? മത്താ തർഹമുസ്സമാവും, എപ്പോഴാണ് ആകാശം കരുണ കാണിക്കുന്നത് എന്നാണ് അല്ലേ? എന്ന് വെച്ചാൽ ആകാശം കരുണ കാണിക്കാന്ന് വെച്ചാല് മഴ പെയ്യുന്നത് എപ്പോഴാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? ആകാശത്ത് കാർമേഘങ്ങൾ ഉണ്ടായി പിന്നെ മഴ പെയ്യുക, അങ്ങനെയല്ലേ? അത് ആകാശത്തിൽ നിന്നുള്ള ഒരു കരുണയാണ് അല്ലെ? അപ്പൊ അതാണ് ഒരു അറ്റാച്ച്മെന്റ് ഇതിൽ കാണുന്ന ഒരു എന്ന് വെച്ചാൽ ഒരു കമൻസ്. അപ്പൊ അതുപോലെയുള്ള കമൻസുകൾ താലീക്കാത്ത് നമുക്ക് തയ്യാറാക്കാം. അപ്പൊ
നമുക്കൊന്ന് ഉണ്ടാക്കാം അങ്ങനെ. അൽമാവു ഹുവൽ ഹയാത്തു എന്നെഴുതാം അല്ലെ. വെള്ളമാണ് ജീവിതം എന്നെഴുതാം. പിന്നെ എന്തെഴുതാം, ഞാനൊരു മോഡൽ കാണിക്കാം. അൽ അത്ഷു യഷ്തദ്ദു അൽ അത്ഷു യഷ്തദ്ദു വൽ അർളു തൻതളിറു റഹ്മത്തുസ്സമായി. ദാഹം രൂക്ഷമാകുന്നു, ഭൂമി ആകാശത്തിന്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു. അങ്ങനെയൊക്കെ കമന്റ്സ് ഉണ്ടാക്കാം അല്ലെ. അപ്പൊ എല്ലാവരും അതുപോലെ മറ്റു താഴേക്കാത്ത മറ്റു എന്താണ് കമന്റ്സുകളൊക്കെ ഉണ്ടാക്കി നോക്കൂ. ഇനി നമുക്ക് അവസാനത്തെ വർക്കിലോട്ടൊന്ന് പോകാം. നോയിതു കിസ്സ അൻ നെഹ്രി ഭാരത ബി മുസാദത്തിൻ നിഖാത്തിലാത്തിയ. നോയിതു കിസ്സ, നമുക്കൊരു കഥ തയ്യാറാക്കാം. അൻ നെഹ്രി ഭാരത, ഭാരതപ്പുഴയെ കുറിച്ച് നമുക്കൊരു കഥ തയ്യാറാക്കാം. ബി മുസാദത്തിൻ നിഖാത്തിലാത്തിയ, താഴെയുള്ള പോയിന്റ്സിന്റെ സഹായത്തോടെ. നമുക്ക് എന്ത് തയ്യാറാക്കാം? ഭാരതപ്പുഴയെ കുറിച്ചൊരു കഥയുണ്ടാക്കാം. റെഡിയല്ലേ എല്ലാവരും? അപ്പോൾ താഴെ കുറച്ച് പോയിന്റ്സുകളുണ്ട്. എന്തൊക്കെയാണ് പോയിന്റ്സിലുള്ളത്? യജിരി മാവുൻ കസീർ, യജിരി പറഞ്ഞാൽ ഒഴുകുന്നു, മാവുൻ കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം, തുയൂറു പക്ഷികൾ, അൽ ഹയവാനാത്തു മൃഗങ്ങൾ, അൽ അഷ്ജാറു മരങ്ങൾ, യുറുവി പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നു, നഫായാത്ത് മാലിന്യങ്ങൾ, ഫസിൽ സ്വൈഫ് പറഞ്ഞാൽ വേനൽക്കാലം, മൗസിമുൽ മത്ര പറഞ്ഞാൽ മഴക്കാലം, മുലവ്വസൻ എന്ന് പറഞ്ഞാൽ മലിനമായ, മുലവ്വസത്തുൻ എന്ന് പറഞ്ഞാൽ മലിനമായത്. അപ്പം എന്താണ്, ഈ പോയിന്റ്സുകളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെറു കുഞ്ഞു കഥ ഉണ്ടാക്കാം. ഒരു ചെറിയൊരു കഥയുടെ മോഡൽ ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ ഈ പാരഗ്രാഫ് എങ്ങനെ തുടങ്ങുന്നത്? കാന ഹുനാക നെഹ്റു യജ്രി ബി മിയാഹിൻ നഖിയൻ എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ബാക്കി ഭാഗം നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമുക്കതിനൊരു ഹെഡിങ് കൊടുക്കാം. എന്താണ്? നെഹ്റു ഭാരത, ഭാരതപ്പുഴ എന്ന് ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ആ കഥയൊന്ന് വായിച്ചു നോക്കാം. കാന ഹുനാക നെഹ്റു യജ്രി ബി മിയാഹിൻ നഖിയ എന്നേതാട്ടോ. അപ്പോൾ എന്താണ് എഴുതിക്കണേ? കാന ഹുനാക, അവിടെ ഒരു പുഴയുണ്ടായിരുന്നു. യജ്രി, അത് ഒഴുകുന്നു, ബി മിയാഹിൻ നഖിയ, നല്ല ശുദ്ധമായ വെള്ളം ഒഴുകുന്ന ഒരു പുഴയുണ്ടായിരുന്നു. ഇസ്മുഹ, അതിൻ്റെ പേരാണ് നെഹ്റു ഭാരത, ഭാരതപ്പുഴ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പിന്നെന്താ? ഒക്കാന യജ്രി കുല്ലയോമിൻ ബിമാഇൻ കസീറിൻ. കാന യജ്രി, അങ്ങനെ അവിടെ ഒഴുകുന്നുണ്ട്. എന്താണ്? കുല്ലയോമി, എല്ലാ ദിവസവും, ബിമാഇൻ കസീറിൻ, ധാരാളം വെള്ളം, നല്ല ഒരു ഭാരതപ്പുഴ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. പഴയ കാലത്ത് ഭാരതപ്പുഴ നിറഞ്ഞു കവിയുന്ന ഒരു വലിയൊരു പുഴയായിരുന്നു. ഇപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ എന്താണ് പറയുന്നത്? കാൻ, അതായിരുന്നു, യജ്രി, അത് ഒഴുകും, കുല്ലയോമി, എല്ലാ ദിവസവും. എങ്ങനെയായിരുന്നു? ബിമാഹിൻ കസീറിൻ, ധാരാളം വെള്ളം കൊണ്ടാണ് ഒഴുകുന്നത്. അപ്പം എന്താണ് ഒരു പോയിന്റ് അല്ലേ, മാവും കസീറെന്ന് നമ്മൾ അവിടെ ആഡ് ചെയ്തു. പിന്നെന്താണ്? വഹുവ യുറുവി അൽ ഹയവാനാത്തു വത്തുയൂറു വൽ അസ്ജാറു. ഈ പോയിന്റ് തുയൂറു, ഹയവാനാത്ത്, അസ്ജാർ, അതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? അതുപോലെ യുറുവി, അതൊക്കെ. വഹുവ യുറുവി, അത് ദാഹം ശമിപ്പിക്കുന്നു, വെള്ളം കുടിക്കുന്നു. അൽ ഹയവാനാത്തു, മൃഗങ്ങളും, തുയൂറു, പക്ഷികളും, വൽ അസ്ജാറും, മരങ്ങളും, ഗൈരിഹ, അതുപോലുള്ള എല്ലാവരും ആ ഭാരതപ്പുഴയിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത്. അങ്ങനെ മറത്തിൽ അയ്യാമു, ദിവസങ്ങൾ കഴിഞ്ഞു പോയി, വശുഹൂർ, മാസങ്ങൾ കഴിഞ്ഞു പോയി, തഗയ്യറത്ത് അഹ്വാലുൻ നഹരി, തഗയ്യറത്ത് പറഞ്ഞാൽ മാറ്റങ്ങൾ വന്നു. എന്ത്? അഹ്വാലുൻ നഹരി, നമ്മുടെ ആ പുഴയുടെ അവസ്ഥയിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നു അല്ലേ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പുഴയുടെ അവസ്ഥ ആകെ മാറിപ്പോയി. അങ്ങനെ റമൽ ഇൻസാനുല്ലാലിം, അക്രമിയായ മനുഷ്യർ എന്ത്? റമ, അവര് എറിഞ്ഞു. നഫായാത്ത്, നഫായാത്ത് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. നഫായാത്ത് പറഞ്ഞാൽ മാലിന്യങ്ങൾ പുഴയിലേക്ക് എറിഞ്ഞുട്ടോ. ഈ അക്രമിയായ മനുഷ്യന് എന്ത് ചെയ്തു? മാലിന്യങ്ങളൊക്കെ പുഴയിലേക്ക് എറിഞ്ഞു. ഇലൻ നഹരി, പുഴയിലേക്ക്. ഫസ്ബഹത്തിൽ മിയാവ്, അങ്ങനെ വെള്ളം എന്തായി? മുലവ്വിസത്തും ഫി മൗസിമിൽ മത്തറി വസ്വൈഫി ആയില്ല. മുലവ്വിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമായി. അത് നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു വേർഡാണ്. അങ്ങനെ മുലവ്വിസത്തുൻ, മലിനമായി
എന്താണ് ഫി മൗസിമിൽ മത്തറി, മഴ സീസണിലാണെങ്കിലും വസ്വൈഫി, വേനൽക്കാലമാണെങ്കിലും ഒക്കെ അയലൻ അങ്ങനെ മഴക്കാലമായിട്ടും വേനൽക്കാലമായിട്ടൊക്കെ ഒന്നും ആ വെള്ളമാകെ മലിനമായി. അങ്ങനെ ഹസിനൻ നെഹ്റു ഹസിനൻ ഷദീദൻ, ഹസിനൻ നെഹ്റു പറഞ്ഞാൽ പുഴ ആകെ വിഷമിച്ചു. ഹസിനൻ ഷദീദൻ കഠിനമായ വിഷമം, നല്ല വിഷമായി പുഴക്ക്. കാരണം നല്ല ശുദ്ധമായ വെള്ളം ഒഴുകിയിരുന്ന, ഒരുപാട് നല്ല ശുദ്ധമായ ജലം ഒഴുകിയിരുന്ന ഒരു പുഴയായിരുന്നു ഭാരതപ്പുഴ. അങ്ങനെ അതിലെ മനുഷ്യൻ്റെ അക്രമിയായ മനുഷ്യന് മാലിന്യങ്ങളൊക്കെ നിക്ഷേപിച്ച് അങ്ങനെ ആകെ മലിനമായില്ലേ. അങ്ങനെ എന്തായി, ഹുസ്നൻ ഷദീദൻ അലല്ലുൽമിൽ ഇൻസാനി, മനുഷ്യൻ്റെ അക്രമത്തിൻ്റെ മേലിൽ. അങ്ങനെ അസ്ബഹൻ നെഹ്റു ഭാരത റംസൻ ലിൽഹാജത്തി ഇലാ ഇയാനത്തി ബിൽ ബിഅത്തി വൽ ഹിഫാദി അലാ മവാരിദി ത്വബിയത്തി. അസ്ബഹൻ നെഹ്റു, അങ്ങനെ പുഴ എന്തായി തീർന്നു, ഭാരതപ്പുഴ റംസൻ ലിൽ ഹാജത്തി ഇലാ ഇനായത്തി ബിൽ ബിഅത്തി, നമ്മുടെ പ്രകൃതിക്ക് സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു എന്തായി പ്രതീകമായി തീർന്നു. വൽ ഹിഫാദ് അല മവാരിദി ത്വബിയ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞ്, നമ്മുടെ പരിസ്ഥിതിയെ പരിപാലിക്കേണ്ടതിൻ്റെയും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെയും ആവശ്യകതയുടെ ഒരു പ്രതീകമായി ഭാരതപ്പുഴ ഇപ്പോൾ മാറിയിരിക്കുന്നു അല്ലേ. അപ്പം അതാണ് നമ്മുടെ ഈ ഭാരതപ്പുഴയുടെ ഈ കുഞ്ഞു കഥയിൽ പറയുന്നത്. ധാരാളം വെള്ളമൊഴുകിയിരുന്ന, ശുദ്ധമായ വെള്ളമൊഴുകിയിരുന്ന ഒരു പുഴ ഇപ്പോൾ ആകെ മലിനമായി കൊണ്ടിരിക്കുന്നു. ആകെ പഴയ പോലെ വെള്ളമൊന്നുമില്ലാതെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഈ ചെറുകഥ. ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിനേക്കാളും ഉചിതമായ രീതിയിൽ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. വെള്ളം സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണല്ലേ നമ്മൾ ഈ ചാപ്റ്ററിൽ ഉടനീളം സംസാരിച്ചത്. അൽ ഹിഫാദു അലൽ മിയാഹ് അല്ലേ, വെള്ളം സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇവിടെ ചർച്ച ചെയ്തത്. ഈ യൂണിറ്റ് മൊത്തം നമ്മൾ വെള്ളത്തിൻ്റെ വെള്ളം പരിസ്ഥിതിയെയും ഒക്കെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. മനസ്സിലാകാത്ത ഭാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ടൊക്കെ ചോദിക്കാം, കമൻസിലൂടെ ചോദിക്കാം. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്ററുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ.